ഹലോ അസ്സലാമലൈക്കും. എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഇന്നൊരു അൺബോക്സിങ് വീഡിയോ ആണ്. മീഷോയിൽ നിന്നും തുണിയൊക്കെ ഇടുന്നൊരു സ്റ്റാൻഡ് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു. ഇത് 3ാമത്തെ പ്രാവശ്യമാണ്. ഫസ്റ്റ് എൻ്റെ ബ്രദറാണ് വാങ്ങിച്ചത്. സെക്കൻഡ് നമ്മൾ ഈ വീട് കയറിയപ്പോൾ നമുക്ക് വേണ്ടി വന്ന് നമ്മൾ അത് തന്നെ ഓർഡർ ചെയ്ത് വാങ്ങിച്ചു. ഇത് തേർഡ് എൻ്റെ ഉമ്മാക്ക് വേണ്ടി വാങ്ങിച്ചതാണ്. അപ്പം സാധനം നല്ല സാധനമാണ്. നമ്മൾ വീട്ടിനകത്താണ് വെക്കുന്നത്. പുറത്ത് വേണമെങ്കിലും വെക്കാം. നമ്മൾ ഈ പുറത്ത് വെച്ച് എനിക്ക് തോന്നുന്നു വെയിലൊക്കെ അടിച്ചാൽ ചിലപ്പം നശിച്ചു പോകുമായിരിക്കും. പക്ഷേ അകത്ത് വെച്ചിട്ട് നമുക്ക് അത്യാവശ്യത്തിന് പുറത്ത് വെച്ച് അകത്ത് വെച്ച് അങ്ങനെയൊക്കെ യൂസ് ചെയ്യാം. നമ്മളതൊക്കെ ഇരിക്കുന്നത് അകത്താണ്. ഇതും അകത്തെ യൂസിന് വേണ്ടിയിട്ടാണ് വാങ്ങിച്ചിരിക്കുന്നത്. പാക്കിംഗ് ഒക്കെ സൂപ്പറായിരുന്നു. അടിപൊളിയായിട്ട് അവർ സെറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഒരു ഡാമേജും ഇല്ലാതെ തന്നെ കിട്ടിയത്. അതുപോലെ തുണി ഇടാനായിട്ടൊരു 6 സ്റ്റാൻഡ് ഉണ്ടായിരുന്നു, 2 വീലുണ്ടായിരുന്നു. അതുപോലെ കമ്പികൾ ഓരോന്നിനും ഓരോ കറക്റ്റായിട്ടുള്ളൊരു കമ്പികൾ വെച്ചിട്ടുണ്ടായിരുന്നു. അതൊക്കെ സെറ്റ് ചെയ്താണ് അവർ അയച്ചിട്ടുള്ളത്. അതിൻ്റെ കൂടെ ഫിറ്റ് ചെയ്യാനായിട്ട് സ്ക്രൂ വരെ ഉണ്ടായിരുന്നു. ചെറിയ സ്ക്രൂ ഉണ്ടായിരുന്നു. ഈ സ്ക്രൂ വെക്കുമ്പോൾ നമ്മൾ ഒത്തിരി നന്നായിട്ട് മുറുക്കി വെക്കുക. നമ്മളിവിടെ വെച്ചപ്പോൾ മുറുക്കി വെക്കാത്തതിൻ്റെ ഫലമായിട്ട് അത് ഇളകി വരും. നന്നായിട്ട് മുറുക്കി വെക്കുക. നമ്മൾ ആദ്യം കയറിയ സമയത്ത് അർജൻറ്റായിട്ട് വെച്ചപ്പോൾ അതങ്ങനെ വെച്ചതാണ്. അതിന് കൂടെ നമുക്ക് ഈ സ്റ്റാൻഡ് എങ്ങനെയാണ് ഫിറ്റ് ചെയ്യേണ്ടതെന്നൊരു ലോഗോയും കൂടെ ഉണ്ട്. പക്ഷേ നമ്മളിനി എത്ര പ്രാവശ്യം വാങ്ങിച്ചു ഫിറ്റ് ചെയ്തു എന്ന് പറഞ്ഞാലും ശരി തന്നെ, നമ്മൾ ഒന്നും കൂടെ വാങ്ങിക്കുമ്പോൾ നമ്മൾ വീണ്ടും കൺഫ്യൂസ്ഡ് ആവും. അങ്ങനെ കൺഫ്യൂസ്ഡ് ആയാണ് ഈ ഒരു സ്റ്റാൻഡ് നമ്മൾ ഫിറ്റ് ചെയ്തത്. ഫസ്റ്റ് ഞാൻ വെക്കാമെന്ന് കരുതി കുറച്ചൊക്കെ അങ്ങ് ട്രൈ ചെയ്തു. അളവ് ഞാൻ കരുതി ഈ കമ്പിയുടെ അളവുകളെല്ലാം സെയിം ആയിരിക്കും എന്ന് കരുതിയിട്ട് താഴെ ഈ ചെറിയതിനെയൊക്കെ തൂക്കി കയറാത്ത ഭാഗത്തോട്ട് വെക്കാൻ നോക്കി. പക്ഷേ എല്ലാം ലൂസായിരുന്നു. എന്നിട്ടും എനിക്ക് മനസ്സിലായില്ല ഇത് അതിൻ്റെതല്ല. പക്ഷെ നോക്കുമ്പോൾ എല്ലാ കമ്പിയും ഒരുപോലെ ഇരിക്കുന്നുണ്ട്. അവസാനം എൻ്റെ മോനും കൂടെ വന്ന് പിടിച്ച് വെച്ച് വെക്കേണ്ട അവസ്ഥ വന്ന് അത് രണ്ടും ശരിയാവില്ല എന്ന് കരുതിയപ്പം നമ്മൾ 2 പേരെയും മാറ്റിയിട്ട് എൻ്റെ ഹസ്ബൻഡ് തന്നെ ഇത് ഏറ്റെടുത്തു. ആള് നല്ല അടിപൊളിയായിട്ട് അത് സെറ്റ് ചെയ്തു. പക്ഷെ കുറച്ച് നോക്കിയാണ് സെറ്റ് ചെയ്തത്. അങ്ങോട്ടും ഇങ്ങോട്ടും തിരിഞ്ഞു പോകും. അതിൻ്റെ പൊസിഷൻസ് കറക്റ്റായി വെച്ചില്ലെങ്കിൽ അടുത്ത കമ്പി വെക്കുമ്പം അത് വെക്കാൻ പറ്റത്തില്ല. അപ്പോൾ അതിൻ്റെ ഒരു പ്രശ്നം മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. എങ്കിലും കുഴപ്പമില്ലാതെ അടിപൊളിയായിട്ട് സെറ്റാക്കി വെച്ചിട്ടുണ്ട്. ഇത് നമ്മൾ പാക്ക് ചെയ്തെന്ന് എടുത്തത് ഓക്കെ. ഇനി ഇതെല്ലാം നമ്മൾ വീഡിയോ എടുത്തതിന് ശേഷം തിരിച്ചതേപോലെ ഒന്ന് പാക്ക് ചെയ്യണം. അതാണ് വേറൊരു ടാസ്ക്. കണ്ടില്ലേ, ഞാൻ വെച്ചതെല്ലാം ഇളക്കി എടുത്തിട്ട് ആള് വേറെ കറക്റ്റായിട്ടുള്ള കമ്പി ഫിറ്റ് ചെയ്ത് അത് ഇരിക്കും. ഞാൻ വെച്ചത് ലൂസാണ്. അത് പെട്ടെന്ന് തറയിൽ ഇളകി വീഴും. അങ്ങനെ അവസാനം ഫൈനലായിട്ട് ഹാങ്ങർ പോലെ നമ്മുടെ ഷർട്ടൊക്കെ തൂക്കാൻ അല്ലെങ്കിൽ ഹാങ്ങറൊക്കെ തൂക്കാനായിട്ടുള്ള സാധനങ്ങൾ ഫിറ്റ് ചെയ്ത് കഴിഞ്ഞപ്പം ഇതിൻ്റെ സംഭവം ഓക്കെ ആയി. പക്ഷെ നമ്മൾ വാങ്ങിച്ച സ്റ്റാൻഡിൽ മേളിൽ വേറൊരു കമ്പിയും കൂടെ ഉണ്ടായിരുന്നു. അതിലും തുണിയിടാം. അതില്ല. സംഭവം ഇതായേ ഉള്ളൂ. സാധനം സൂപ്പറാണ്. ഇനി ഇതെല്ലാം തിരിച്ച് ഇളക്കി പറക്കി തിരിച്ച് അതുപോലെ ഫിറ്റ് ചെയ്ത് എൻ്റെ ഉമ്മാരെ വീട്ടിൽ കൊണ്ടുപോയി കൊടുക്കണം. അപ്പോൾ അങ്ങനെ ഒരു വിഷയം കൂടെ ഉണ്ട്. അപ്പോൾ എന്തായാലും നല്ല അടിപൊളി സാധനമാണ്. നിങ്ങൾക്ക് വേണമെങ്കിൽ ഇത് ട്രൈ ചെയ്യാം. മീഷോ, ആമസോൺ ഏതിൽ വേണോ നിങ്ങൾക്ക് സെർച്ച് ചെയ്യാം. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് തോന്നുന്നു. അടുത്ത വീഡിയോ നമുക്ക് കാണാം. ബൈ.